ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ പാർട്സും അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം ഇതേ രൂപം നമ്മൾ പറഞ്ഞതാണെങ്കിലും മെനു ഉണ്ട്, നമ്മുടെ ആക്സസ് ടൂൾ ബാർ, ടൈറ്റിൽ ബാർ, ദെൻ റിബണ്, ഗ്രൂപ്പ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ഏകദേശ രൂപം വെച്ച് വരച്ചതാണ്. സ്റ്റാറ്റസ് ബാർ, ഡയലോഗ്സ്, ടൂൾ ബാർ. ഇവിടുന്ന് ടൂൾ ഓരോന്നും നമുക്ക് ഏതാണ് ഓപ്ഷൻ വേണ്ടത് വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാനും ഫയലും ഡോക്യുമെൻറ്റ് തുറക്കാനും സേവ് ചെയ്യാനും ഫയൽ എടുക്കാനും എന്തിനാണോ മാനേജ്മെൻറ്റ് ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും റെക്കോർഡഡ് ഫയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാനൊക്കെ സീക്രട്ട് ഫയലുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഓരോ ടൂൾ ബാറിന് ഓരോ ടൂൾ എടുത്ത് അതെടുത്ത് ഓപ്പൺ ചെയ്യാം. ദെൻ പിന്നെ നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ നമ്മുടെ ലോകം നമ്മുടെ കൈകളിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ AI നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത്രക്കും ബ്രെയിൻ ബുദ്ധി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് AI ആണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അറിയാമായിരിക്കെങ്കിലും ഓരോ പ്രോംപ്റ്റ് നമ്മൾ എത്രത്തോളം പ്രോംപ്റ്റ് ആൻഡ് ഇൻപുട്ട് കൊടുക്കുന്നോ അതൊക്കെ പെട്ടെന്ന് റിസൾട്ടായിട്ട് നമുക്ക് അത് എവിടെയാണ്, ഏത് ഫയലിലാണ്, ഏതാണെന്നുള്ള പെട്ടെന്ന് ആ ഒരു കംപ്ലീറ്റഡ് ഡാറ്റാസ് നമ്മളെ കയ്യിലേക്ക് തരുന്നതാണ് AI. അതന്നെ മാക്സിമം ഇൻ്റലിജൻസ് ആണ്. എന്തു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തെടുക്കാം. കമ്പ്യൂട്ടറിൻ്റെ മെനു ബാർ, നമ്മൾ ആക്സസ് ബാർ, ടൂൾ ബാർ, ടൈറ്റിൽ ബാർ, ഗ്രൂപ്പ്സ്, റിബൺ, സ്റ്റാറ്റസ് ബാർ, ഡയലോഗ്സ്, ടൂൾ ബാർ ഒക്കെ നമുക്കറിയാം. ഓരോ മെനു എടുക്കാനും ഓപ്പൺ ചെയ്യാനൊക്കെ ഇതൊരു കമ്പ്യൂട്ടർ ജസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ദെൻ AI നിങ്ങൾ മറന്നു പോകേണ്ട. ഇപ്പോൾ വരുന്ന തലമുറകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും മിസ് ഈ ഒരു എന്താ പറയുക, നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറയാം, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൈമാറാന്നുള്ളൂ. കാരണം AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. എന്താണോ പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് റിസൾട്ട് തരിക. നമുക്ക് അത്രക്കും സക്സസ് ആയിട്ട് നമ്മുടെ ലോകം നമ്മുടെ കയ്യിലേക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥ. അത്രത്തോളം ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ടെക്നോളജി വളർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻസേർട്ട് പിക്ചർ, ക്ലിപ്പാർട്ട് അല്ലേ? ഇൻസേർട്ട് പിക്ചർ ചെയ്യാം, ഇൻസേർട്ട് ക്ലിപ്പാർട്ട്, ക്ലിക്ക് ദ ക്ലിപ്പ്. അത് ഇൻസേർട്ട് ക്ലിപ്പാർട്ടിന് ഓരോ ഘട്ടങ്ങൾ, ക്ലിക്ക് ദ ക്ലിപ്പാർട്ട് ഐക്കൺ അല്ലേ? അതായത് ക്ലിപ്പാർട്ട് കിട്ടണമെങ്കിൽ ക്ലിക്ക് ദ ക്ലിപ്പാർട്ട് ബട്ടൺ പോയി ഞെക്കണം അല്ലേ? യു വിൽ ഫൈൻഡ് ദ ക്ലിപ്പാർട്ട്. നെക്സ്റ്റ് യു വിൽ ഫൈൻഡ് ദ ക്ലിപ്പാർട്ട് സെർച്ച് ഓപ്ഷൻ. നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ സെറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ആ ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യും. ഇൻസേർട്ട് ദ പിക്ചർ ആൻഡ് യു ഹാവ് നൗ സെലക്ട് ദ പിക്ചർ ദെൻ സൈസിങ് ഗ്രാഫിക്. ഇനി ഗ്രാഫിക്കിൻ്റെ കാര്യം നമുക്കറിയാം, ഡിസൈനിങ് ഗ്രാഫിക്സ് ഒക്കെ എന്താണ് ഇപ്പം കമ്പ്യൂട്ടറിലാണ് അല്ലേ? യു ക്യാൻ ഈസിലി റിയലൈസ് ദ പിക്ചർ, ടെക്സ്റ്റ് ബോക്സ് ആൻഡ് ഷേപ്സ് ആൻഡ് word art to your file. You can also crop pictures to return them in their original size. MS Word allows you to realize object like shape and box and pictures in Word art. The picture can also be cropped at the need by following below. The object like picture, നമുക്ക് ഏതാണോ പിക്ചർ വേണ്ടത് നമ്മൾ ടൂൾസിൽ പോകുന്നു, നമുക്ക് ഏതാണോ പിക്ചർ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, ഏത് ഫയലിലാണോ കണ്ടെത്തുന്നു, നമ്മളത് കാണുന്നു. The object like picture, shape or word of needs of selected. The first selection the size and band. നമുക്ക് അതൊക്കെ സൈസ് കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം പറ്റും. ദെൻ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്. എന്താണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്? ഓക്കെ, സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്. എന്താണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്? ദ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഇൻ ടു യുവർ ഇൻഫർമേഷൻ. ദിസ് ടൂൾ ക്യാൻ ബി യൂസ്ഡ് ടു ക്വിക്ക്ലി റെപ്രസെൻറ്റ് യുവർ ഇൻഫർമേഷൻ യൂസിങ് images. Smart art help you with quick illustration to just 3 simple step. Different kind of smart art graphic can be chosen like process, hierarchy, cycle, relationship. Okay, അതായത് ക്രിയേറ്റ് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്. ഒരു സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യു നീഡ് സെലക്ട് ഓഫ് സ്മാർട്ട് ആർട്ട് ടൂൾ ഫ്രം ദ ഇല്ലസ്ട്രേഷൻ ഗ്രൂപ്പ് ഇൻ ഇൻസെർട്ട് ടാബ്. യു വിൽ ചൂസ് ദ സ്മാർട്ട് ആർട്ട് ഗ്രാഫ്. എന്താണോ വേണ്ടത്, സ്മാർട്ട് ആർട്ട് ഡയലോഗ് ബോക്സ് പോവുക, ഏത് ടൈപ്പ് ഓഫ് പ്ലേറ്റ് പെർ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, സ്മാർട്ട് ഗ്രാഫിക്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ ഇൻഫർമേഷൻ ഓഫ് ടൂൾ ക്യാൻ ബി യൂസ് ഒരു ക്വിക്ക്ലി റെപ്രസെൻറ്റ്. അതായത് നമുക്ക് കിട്ടേണ്ട ഡാറ്റാസ് ഗ്രാഫിക്കലി ചിത്രീകരിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? യു നീഡ് ദ സെലക്ട് ദ സ്മാർട്ട് ആർട്ട് ടൂൾ. സ്മാർട്ട് ആർട്ട് ടൂൾ എടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇൻസേർട്ട് ടാബിൽ ഇൻസേർട്ട് ചെയ്യുക. യു വിൽ ഷോ. അപ്പോൾ നമ്മൾ എന്ത് കാണും? ചൂസ് എ സ്മാർട്ട് ഗ്രാഫിക് ഡയലോഗ്സ് കാണും, ബോക്സ് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക, ടൈപ്പ് ചെയ്യുക.
ദെൻ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ചെയ്യുക, ദെൻ ക്ലിക്ക് ഇൻ ദ ടെക്സ്റ്റ് പെയിൻ ടെക്സ്റ്റ് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ടെക്സ്റ്റ് അനദർ ലൊക്കേഷനിൽ പോവുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എന്താ പറഞ്ഞത്, സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എടുക്കുന്നു. ദെൻ ഫോർമാറ്റ് ഓഫ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്, അതിൻ്റെ ഫോർമാറ്റ് എന്താ, ക്ലിക്ക് യുവർ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് അണ്ടർ ദ സ്മാർട്ട് ടൂൾസ് എടുക്കുക, ഡിസൈൻ ടാബ് എടുക്കുക, അതിൻ്റെ ഗ്രൂപ്പിൽ പോവുക, സെലക്ട് ദ സ്മാർട്ട് ആർട്ട് യു വിഷ് ടു അപ്ലൈ ടു ലൈൻ സ്റ്റൈൽ, നമ്മൾ ഏതാണോ ആഗ്രഹിച്ചത് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ആൻഡ് യു ക്യാൻ ഓൾസോ ക്ലിക്ക് ദ ചേഞ്ച് കളേഴ്സ്, ചേഞ്ച് ചെയ്യണമെങ്കിൽ കളേഴ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്യുക. ഓക്കെ. വർക്കിംഗ് വിത്ത് ഗൂഗിൾ ഡോക്സ്, എന്താണ് ഗൂഗിൾ DOCS, ഗൂഗിൾ ഡോക്സ്. ഗൂഗിൾ ഡോക്സ് ഈസ് എ ഫ്രീ web-based word processor offered by Google as part of its complete official suite. ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗൂഗിൾ ഡോക്സ് ആണ്, ഒഫീഷ്യലായി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഗൂഗിൾ ഡോക്സ്. ഈസ് എ ഫ്രീ വെബ് ബേസ്ഡ് വേർഡ് പ്രൊസസ്സർ. അതൊരു വെബ് ബേസ്ഡ് ഫ്രീ വേർഡ് പ്രൊസസ്സറാണ്. ഓക്കെ. ഗൂഗിൾ ഡോക്സ് അതൊരു വേർഡ് പ്രൊസസ്സറാണ്. You can even download your Google Docs, a Word document. Google Docs will be left expert. Google, on the other hand, you use internet browser driven. അതായത് നിങ്ങൾക്ക് വേണ്ട മെയിൻ സർവീസ് ഓഫ് ഇൻക്ലൂഡഡ് ദ ക്ലൗഡ് ബേസ്ഡ് suite of sheets and slides. You need internet connection to web browser and runs the software and comparison between MS Word and Google Docs. കമ്പാരിസൺ എന്താണ്, മറ്റേത് വേർഡ് പ്രോസസ്സാണ് അല്ലേ, ഗൂഗിൾ ഡോക്ക് എന്താണ്, വേർഡ് പ്രൊസസ്സറാണ്. അതേപോലെ കമ്പാരിസൺ എന്താണ്, കമ്പാരിസനെ സാമ്യപ്പെടുത്തി നോക്കുന്നത്, MS വേർഡും ഗൂഗിൾ ഡോക്സും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എന്താണ് ദ വേർഡ് പ്രൊസസ്സർ ഈസ് സോഫ്റ്റ്വെയർ ഓഫ് എ ഡിവൈസ്. വേർഡ് പ്രൊസസ്സർ എന്താണ്, ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ്. That allows users of create, edit and print document and enable to you write text, store and directly display it screen, modify by entering commands and characters from keyboard. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു ബോക്സ് ആണല്ലോ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈ എൻട്രിങ് കമാൻഡ്സ് ആൻഡ് കമാൻഡ് കൊടുക്കുന്നു, അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അല്ലേ, ഇറ്റ് പ്രിൻ്റ് കിട്ടുന്നതൊക്കെ കമാൻഡ് കൊടുക്കുമ്പോഴാണ്. And Google is a word processor which includes as a part of free web software. Office offered Google within office use ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. This service also includes Google Sheetsലും ഇത് ഉപയോഗിക്കുന്നു. Google Docs is a free Google account അതൊരു മൈക്രോസോഫ്റ്റ് വേർഡ് പ്രൊസസ്സർ ആണ്, മറന്നു പോകരുത്. ദ ഹോം ആൻഡ് ബിസിനസ് പാക്കേജിലാണ് ഇത് ഉപയോഗിക്കുന്നത്. Another differentiating factor is that with Google Doc your works is saved like a cloud. That means you are 20 page of report even your laptop clocks it Microsoft Word. Okay. നെക്സ്റ്റ് കീവേഡ്സ്, ഫയൽ മാനേജ്. നമ്മൾ പഠിച്ചതെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു കീവേഡ് ആക്കി ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. ഫയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹെഡർ, ഫൂട്ടർ ആൻഡ് ടേബിൾ, റോ, കോളം, ഇൻറ്റൻഡിങ്, വേർഡ് ആർട്ട്, സ്മാർട്ട് ആർട്ട്, ക്ലിപ്പ് ആർട്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ആൻസർ ആൻഡ് ചെക്ക്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻസ്ഡ് ടൂൾസ് ആൻഡ് യൂസിങ് വേർഡ് പ്രോസസ്സിങ്. അഡ്വാൻസ്ഡ് ടൂൾസ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അഡ്വാൻസ്ഡ് ടൂൾസ് എന്താണെന്ന് നോക്കാം. എന്താണ് അഡ്വാൻസ്ഡ് ടൂൾ? അഡ്വാൻസ്ഡ് ടൂൾസിൽ എന്താണ് പറയുന്നത് നോക്കാം. ഒബ്ജക്റ്റീവ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ വായിക്കും. ഇൻട്രൊഡക്ഷൻ, ദ മെയിൽ മേർജ് ഫീച്ചർ ഓഫ് MS Word is an important features of everyday life. The mail merge, the meaning of mail merge. Okay. Advanced tools using word processing. Okay. Advanced tools using word process ആണ്. Using word processing. ഓക്കെ. വേർഡ് പ്രോസസ്സിങ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മീനിങ് ഓഫ് മെയിൽ മേർജ് ആണ്. ഓക്കെ. മീനിങ് ഓഫ് ഇതിലേക്കുള്ളതാണ്. മീനിങ് ഓഫ് മെയിൽ
മെയിൽ മെർജ്, MEERGEE, മെയിൽ മെർജ്. കോമ്പണൻസ് ഓഫ് മെയിൽ മെർജ്. പിന്നെ ഇതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, എന്താണ് എന്താണ് മെയിൽ മെർജ്, മീനിങ് ഓഫ് മെയിൽ മെർജ് ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ നോക്കാം. എന്താണ് മെയിൽ മെർജ്, മീനിങ് ഓഫ് മെയിൽ മെർജ്, മീനിങ് എന്താ നോക്കാം. ഇറ്റ്സ് an office environment. In an office environment, many times a similar type of letter of document is needed to be sent to many individuals at different destination. അല്ലേ, നമുക്കറിയാം in an office environment, ഒരു ഒഫീഷ്യലി എൻവയോൺമെൻറ്റിൽ മെനി ടൈപ്പ് സിമിലർ ടൈപ്പ് ഓഫ് ലെറ്റർ ഡോക്യുമെൻ്റ് ഈസ് നീഡഡ് ഇൻ സെൻഡ് മെനി. അത് ഒരേ ടൈപ്പിൽ ലെറ്റർ പലർക്കും നമുക്ക് അയക്കേണ്ടി വരും. ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക, ഇതില്ലേ എന്ത് ഡോക്യുമെൻറ്റ് ലെറ്ററാണ് നമ്മൾ എല്ലാവർക്കും ഒരേപോലെ സിമിലർ അയക്കൽ. ഈ ജപ്തി നോട്ടീസിൻ്റെ ഒരു സ്ട്രക്ചറും അവിടെ ഡേറ്റും സമയവും പിന്നെന്താണ് പ്ലേസും മാറും. ബാക്കി സ്ട്രക്ചറൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും അല്ലേ. ഒരു ഡോക്യുമെൻറ്റിൻ്റെ സിമിലാരിറ്റി ഉള്ള കുറേ ഡോക്യുമെൻ്റ് ഒരുമിച്ച് അയക്കുമ്പോൾ document mainly contain receivers information like name, address and phone number etc. with the main content. അതിൽ മെയിൻ കണ്ടന്റ് എന്തായിരിക്കും, നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും ആയിരിക്കും അല്ലേ. The purpose of this individualized information, for example personal invitation of meeting or function in the recipients of smaller number can be done by typing information of each individual, making copies and some letter, but its number of recipients intended huge than manual typing, time consuming and prone to error. Mail merge eliminates such issues. 100 letters can be created with individuals content with their main content within minutes. Okay, ഇവിടെയാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. അതായത് മെയിൽ മെർജ് എന്നാൽ ഇതിൻ്റെ ജസ്റ്റ് മീനിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്നാൽ, അതായത് നമുക്ക് ഒരേ കണ്ടന്റ് ഉള്ള ഡോക്യുമെൻറ്റ്സ് പല ഡെസ്റ്റിനേഷനിലുള്ള പല ഭാഗത്തുള്ള പല ഇൻഡിവിജ്വൽസിനും നമുക്ക് സെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളത് എറർ തിരുത്തി അതങ്ങനെ ഓരോന്ന് വേറെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മെയിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മെയിൽ മെർജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് മിനിറ്റ്സിനുള്ളിൽ സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യാം, എത്ര ആൾക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ അയക്കാം. ഇനിയിപ്പോൾ ഒരു ഫംഗ്ഷനാണെങ്കിൽ ഒരേപോലുള്ള മെയിലല്ലേ നമ്മൾ അയക്കുക. അങ്ങനത്തെ ആണെങ്കിൽ പേര് മാത്രം മാറ്റിയാൽ മതി അല്ലേ. അല്ലെങ്കിൽ അതിന് എന്താ പറയുക, പേര് മാത്രം, ഒരു ഫംഗ്ഷൻ മെയിലാണെങ്കിൽ അതിന് പേര് മാത്രം മാറ്റുക. അപ്പോൾ ഒരുമിച്ച് മിനിറ്റ്സിനുള്ളിൽ ഒരുമിച്ച് മെയിൽ മെർജ് വഴി അയക്കാം. Then components of mail merge. എന്താണ് the executive mail merge? Following components are the letter, also called the main document, which using components of mail merge. It also letter called main document. The letter is also called main document. ഈ മെയിൽ മെർജ് നമ്മൾ എന്തെന്നും അറിയപ്പെടുന്നു, മെയിൻ ഡോക്യുമെൻ്റ് എന്നും അറിയപ്പെടുന്നു. ഇറ്റ്സ് മെയിൻ ഡോക്യുമെൻറ്റ് വിച്ച് നീഡ്സ് ടു ബി മെർജ്ഡ്. ഇതെന്ത് ചെയ്യുന്നു, ഇറ്റ് നീഡ്സ് ടു ബി മെർജ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. Data source with a proper holder route contains information of individual for whom letter be generated. Here now the data source of important because it plays role between data and document. Mail merge option, the MS Word read the data. അതായത് മെയിൻ ഡോക്യുമെൻറ്റ് ഡാറ്റ സോഴ്സ്, മെയിൻ ഡോക്യുമെൻറ്റ് ഡാറ്റ സോഴ്സ്, ഫോം ലെറ്റർ ആൻഡ് ത്രീ ഓപ്ഷൻസ് ഇൻ മെയിൽ മേജ്. എന്തൊക്കെയാ ത്രീ ഓപ്ഷൻ ഏതൊക്കെയാ? മെയിൻ ഡോക്യുമെൻറ്റ്, ഫസ്റ്റ് ഈസ് മെയിൻ ഡോക്യുമെൻറ്റ്, സെക്കൻഡ് ഈസ് ഡാറ്റ സോഴ്സ്, തേർഡ് ഈസ് ഫ്രം ലെറ്റർ. മെയിൽ മേജ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദർ ആർ ത്രീ ഓപ്ഷൻസ് ഇൻ മെയിൽ മേജ്. മെയിൽ മേജ് എന്താ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പെട്ടെന്ന്, അതായത് അതായത് പല ഡെസ്റ്റിനേഷനിലുള്ള പല ഇൻഡിവിജ്വൽസിനും ഒരു മെയിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ നെയിം മാത്രം, ഒരു ഫംഗ്ഷൻ മെയിൽ ആണെങ്കിൽ അതിന്